അങ്ങനെ ഉസ്താദ് കോളേജൊക്കെ കഴിഞ്ഞ് കോളേജിലെ ജലസൊക്കെ കഴിഞ്ഞു. ആ ജലസയോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് ഓർക്കുന്നുണ്ടോ? ജലസ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരനുഭവമാണ്. കാരണം ബാക്കിയത്തിൻ്റെ സ്ഥിതി ബാക്കിയത്ത് പഠിച്ചവർക്ക് അറിയുള്ളൂ. പരീക്ഷ എന്നുള്ളത് വല്ലാത്തൊരു പരീക്ഷണമാണ്. അപ്പോൾ ആർക്കായിരിക്കും ഫസ്റ്റ്, ആരൊക്കെ ജയിക്കും, ആരൊക്കെ തോൽക്കും എന്നുള്ള ആ ബേജാറിലായിരിക്കും. ആ അന്തിമ നിമിഷം വരെ യാതൊരു വിവരം ആർക്കും നൽകുകയില്ല. അങ്ങനെ ജലസണ്ട് ഇന്ന സമയത്ത് ജലസണ്ട് എന്നുള്ള നോട്ടീസ് തൂങ്ങി ആ ജലസയിലേക്ക് എല്ലാവരും ഇരുന്ന് ഉസ്താദന്മാരങ്ങനെ കാത്തിരുന്ന് അങ്ങനെ പ്രിൻസിപ്പൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ജബ്ബാർ ഹദ്റത്ത് ആ ഗാംഭീര്യതയുള്ള മുഖത്തോട്ട് ആ മെലിഞ്ഞ മനുഷ്യൻ ഇല്ലാത്ത സന്തോഷത്തോടെ ഇങ്ങനെ വലിയൊരു ഗാംഭീര്യത്തോടെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഉറ്റു നോക്കും ആരായിരിക്കും. അങ്ങനെ ബാക്കിയുള്ള ഉസ്താദന്മാരെല്ലാവരും ബാക്കിൽ അങ്ങനെ വന്ന് ഇരുന്ന് അങ്ങനെ കോട്ടടക്കാനുള്ള ടൈലർമാരൊക്കെ റെഡി. അങ്ങനെ പിന്നെ വിളിക്കും. അപ്പോൾ ഹദ്റത്ത് എല്ലാവരും കാണാൻ ആ ജുബൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആ കവറെടുത്ത് കാണിച്ച് എന്നിട്ട് വിളിക്കും. ആദ്യത്തെ വിളിക്കും മൗലവി ഫാദിൽ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ആ പേര് വിളിക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ അവിടെ ക്യാൻറ്റീനിൽ സൗകര്യം ഉണ്ടാവും, പാല് തിളപ്പിക്കുന്നുണ്ടാവും. ഈ പാല് അതിന് കാശ് കൊടുക്കേണ്ടത് ഫസ്റ്റായിട്ട് ആർക്ക് കിട്ടിയത് അവരാണ് കാശ് കൊടുക്കേണ്ടത്. അപ്പോൾ പാലൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും, അത് തിളച്ചിങ്ങനെ മറിയുന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ കാശ് ആര് കൊടുക്കണം? ഈ പാല് ഉസ്താദന്മാർക്ക് കൊടുക്കേണ്ടത് ആര്? അത് പിന്നീട് തീരുമാനങ്ങളുടെ വിവരം അറിയുമ്പോൾ. അപ്പോൾ ആ സമയത്തുള്ള സന്തോഷം പറയേണ്ടതില്ലല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അങ്ങനെ നാട്ടിലേക്ക് മടങ്ങി, കോളേജിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി പ്രഥമമായി ദർസ് ആരംഭിക്കുകയാണ്. ആദ്യമായി ദർസ് തുടങ്ങിയത് ഏത് പള്ളിയിലാണ്? ബാക്കിയാത്ത് നിൽക്കുന്ന സമയത്താണ് വിവാഹം കഴിഞ്ഞത്. ഏതായിരുന്നാലും ഉസ്താദിൻ്റെ പെങ്ങളുടെ മോള് തന്നെ ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ആദ്യത്തെ വർഷം തന്നെ നിക്കാഹ് നടത്തുകയും രണ്ടാമത്തെ വർഷം കല്യാണം നടത്തുകയും ചെയ്തു. പക്ഷേ കല്യാണമൊന്നുമല്ല, മർമ്മപ്രധാനമായത് നമുക്ക് ബാക്കിയാത്തിലെ പരീക്ഷയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് റബീഉൽ അവ്വൽ 10 കല്യാണം നടന്നത്. റബീഉൽ അവ്വൽ ലീവ് കഴിഞ്ഞ് കോളേജ് തുറക്കുന്ന സമയത്ത് കോളേജിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെയാണ് കോളേജ് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ദർസിലേക്ക് പോകുന്നത്. ആദ്യമായിട്ട് ദർസ് തുടങ്ങുന്നത് എടപ്പാൾ വെച്ചാണ്. എടപ്പാൾ അങ്ങാടി. അന്ന് അവിടുത്തെ മഹല്ല് പ്രസിഡൻറ്റ് കെ വി മുഹമ്മദ് മുസ്ലിയാർ, നമ്മുടെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറിക്കാരെന്ന് കെ വി മുഹമ്മദ് മുസ്ലിയാർ പറ്റിയ അവരാണ്. അപ്പോൾ എൻ്റെ ഉസ്താദ് അന്ന് മൗനത്തുൽ ഇസ്ലാം അറബിക് കോളേജിൽ ഉസ്താദായിട്ട് സേവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ കെ വി ഉസ്താദ് അങ്ങനെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനവിടെ എടപ്പാൾ അങ്ങാടിയിൽ മുദരിസായിട്ട് സേവനം തുടങ്ങി. അവിടെ 4 വർഷം ദർസ് നടത്തി. കുട്ടികൾ കുറേ കൂടി വന്നപ്പോൾ കൂടുതൽ ഇത്രമാത്രം കുട്ടികളെ ഇവിടെ താങ്ങൂല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മലപ്പുറം ശുഹദാക്കളുടെ പള്ളിയിലേക്ക് 91-92 കാലയളവിൽ മലപ്പുറം ശുഹദാക്കളുടെ പള്ളിയിലാണ് ജോലി ചെയ്തത്. പിന്നീട് ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം ആലത്തൂർപ്പള്ളി ദർസിൽ അവിടെ മുദരിസും ഖാദിയുമായിട്ട് സേവനം ചെയ്തു. ഉസ്താദ് ഗൾഫിൽ പോയത് കൊണ്ട് ഉസ്താദിൻ്റെ ശിഷ്യന്മാരും മലപ്പുറത്തുണ്ടായിരുന്ന ശിഷ്യന്മാരും കൂടിയിട്ട് അവിടെ ആ വർഷം പൂർത്തീകരിച്ചു. അതിന് ശേഷം 3 വർഷം പാലാണി, ഇരിങ്ങല്ലൂർ പാലാണി ദർസിൽ. അതിനുശേഷം 3 വർഷം പടിക്കൽ, പണിക്കോട്ടുംപടി എന്ന സ്ഥലത്ത് വേണോ. അതിനുശേഷം 13 വർഷം പൊന്മുണ്ടം ജുമാ മസ്ജിദിൽ. അത് കഴിഞ്ഞ് വെളിമുക്ക് പാലക്കൽ 4 വർഷം. അത് കഴിഞ്ഞ് ഓമച്ച പുത്തമ്പള്ളി ഇപ്പോൾ 10 വർഷമായി. മൊത്തം 40 വർഷം പൂർത്തിയാകാണ്. അൽഹംദുലില്ലാഹ്, മുറിയാതെ തന്നെ ദർസിൽ രംഗത്ത് തന്നെ തുടരാൻ അല്ലാഹു തൗഫീഖ് നൽകി. അല്ലാഹു ഖബൂലാക്കട്ടെ. ആമീൻ. ഇനി തുടരാൻ, മുന്നോട്ട് പോകാൻ ഒരുപാട് ആയുസ്സ് ഉസ്താദിന് അല്ലാഹു തആല സമ്മാനിക്കട്ടെ. ആമീൻ യാ റബ്ബ്. ഈ കാലയളവിൽ ഗ്രന്ഥരചനയിലേക്ക് ഏത് കാലഘട്ടത്തിലാണ് തുടങ്ങിയത്? ആ രംഗത്തേക്ക് ഉസ്താദിന് വരാൻ പ്രചോദനമായ കാര്യം എന്താണ്? അതൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു.
എഴുത്ത് തുടങ്ങിയത് ഞാൻ ദർസിൽ പഠിക്കുന്ന സമയത്ത്. മുണ്ടുപറമ്പിൽ അവസാനം 2 വർഷം പഠിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് ഏതാനും ഗാനങ്ങൾ തയ്യാറാക്കി അത് അച്ചടിച്ച് വിതരണം ചെയ്തിരുന്നു. അതാണ് എഴുത്തിൻ്റെ ആദ്യത്തെ പരിചയം. പിന്നീട് എടപ്പാളിൽ നിന്ന് പ്രവാചകരുടെ ഫലിതങ്ങൾ എന്ന ബുക്ക് എഴുതി. എടപ്പാളിൽ നിന്ന് തന്നെയാണ് രക്തമുലകൂടി വിവാഹബന്ധങ്ങൾ അഥവാ കാണാം തൊടാം വിവാഹം വരാം എന്നുള്ള ബുക്ക് എഴുതിയത്. അതാണ് ആദ്യമായിട്ട് വിരചിതമായത്. ഇത് ബഹുമാനപ്പെട്ട KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടാണ് പ്രകാശനകർമ്മം നടത്തിയതൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നീട് മലപ്പുറം വന്ന് അവിടെ ഒരു മലപ്പുറം ശ്രോതാക്കളുടെ നേർച്ച നടക്കാറുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടൊരു മദ്ഹ് എഴുതാൻ തീരുമാനിച്ച് അവിടെ നിന്നാണ് അറബി ഗദ്യവും പദ്യവും കൂടിയത് അറബി ഗ്രന്ഥം എഴുതിയത്. ശേഷം ആരത്തുപടി നിൽക്കുന്ന സമയത്താണ് ഉദിഹത്തും അഖിയത്തും കൊണ്ട് ബുക്ക് എഴുതിയത്. പിന്നീട് ഇരിങ്ങല്ലൂരിൽ നിന്നാണ് ഫർക്കിൻ്റെ ലഫ്തോടടിയിലെ ഫർക്കിയുടെ കിതാബ് എഴുതിയത്. പിന്നീട് പണിക്കോട്ടുംപടി നിൽക്കുന്ന സമയത്താണ് ഇറാബുൽ ഇറാബ് കിതാബ് എഴുതി. അത് എഴുതുന്ന സമയത്ത് പിന്നെ പ്രത്യേകിച്ച് ഒരു പ്രേരണയും കൂടി ഉണ്ട്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക കുറേ എഴുതി വെച്ചിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട കുട്ടി മുസ്ലിയാരുടെ ഒരു അനുസ്മരണ സമ്മേളനം പടിഞ്ഞാറ്റുമുറി വെച്ച് നടത്തുന്നുണ്ട്. അതിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സൈൻലാബിദിനത്തിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചിരുന്നത്. ഞാൻ പോയി ക്ഷണിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ കോഴിക്കോട് വന്ന് അങ്ങനെ പണിക്കോട്ടുംപടി പള്ളിയിലാണ് ബഹുമാനപ്പെട്ടവർ താമസിച്ചത്. ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ എഴുതി വെച്ചൊക്കെ നോക്കിയപ്പോൾ അൽഹംദുലില്ലാ ഈ വിഷയത്തിൽ ഇന്ത്യയിൽ ഒരൊറ്റ കിതാബുമില്ല, നിർബന്ധമായിട്ട് പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞ് ഹദ്റത്ത് അത് പൂർത്തീകരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അതനുസരിച്ച് പൂർത്തീകരിക്കുകയും ചെയ്താണ് ഇറാബുൽ ഇറാബ് എന്ന കിതാബ്. ഇന്നിപ്പോൾ 600ഓളം ഗ്രന്ഥങ്ങൾ ഇന്നിപ്പോൾ ഈ ലോകത്തിന് ഉസ്താദ് സമർപ്പിച്ചു. അൽഹംദുലില്ലാ. ഈ ഗ്രന്ഥങ്ങൾ ഇത്രയും കഷ്ടപ്പാടുകളും കുറേ യാതനകളും ഒക്കെ നിറഞ്ഞ വളരെ പ്രയാസപ്പെട്ട ഒരു സന്ദർഭത്തിലൂടെ കടന്നുപോയ സമയത്താണ് ഉസ്താദൊക്കെ രചിച്ചിട്ടുണ്ടാവുക. ഇതിനുവേണ്ടി ഉസ്താദ് കണ്ടെത്തുന്ന സമയം എപ്പോഴാണ്? ഈ ദർസി കുട്ടികൾക്ക് ദർസ് ഓതി കൊടുക്കണം, അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്നിട്ട് പിന്നെ ഇതൊക്കെ എഴുതി തീരുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളമൊക്കെ അത് വിശ്വസിക്കൽ വളരെ പ്രയാസം. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം. പക്ഷെ അതിന് കണ്ടെത്തുന്ന സമയം എങ്ങനെയാണെന്ന് നമ്മളോട് പറഞ്ഞാൽ നമുക്കും ആ വഴിത്താരെ ധന്യമാക്കിയൊന്നും നടക്കല്ലോ. അതിപ്പോൾ നമ്മൾ സമയം എല്ലാവർക്കും ഓരോ ദിവസം കൃത്യസമയം 24 മണിക്കൂറെങ്കിൽ 24 മണിക്കൂർ എല്ലാവർക്കും ഉള്ളൂ. പക്ഷേ സമയം പാഴാക്കാതെ പരമാവധി എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക. ഇതാണിപ്പോൾ മർമ്മം. വളരെ പ്രധാനപ്പെട്ടതായ ചില ഓർമ്മകളുണ്ട്. അതായത് ചില ദിവസങ്ങളൊക്കെ രാത്രി എഴുത്തുമായി ബന്ധപ്പെട്ട് രാത്രിയത്തെ ഭക്ഷണം ചിലപ്പോൾ സുബഹിൻ്റെ ശേഷമൊക്കെ കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ പലപ്പോഴും രാത്രി ക്ലാസ് ദർസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കോഴിക്കോടൊക്കെ പോയിട്ട് ഈ കിതാബിൻ്റെ എഡിറ്റും കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്ന് സംവിധാനങ്ങളൊക്കെ കുറവാണല്ലോ. അങ്ങനെ കുറേ ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് മുൻകഴിഞ്ഞ് മഹാന്മാരിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഒന്നുമല്ല. അവർ ചേർക്കുന്നത് കറണ്ടില്ലാത്ത സമയത്ത്, അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഇല്ലാത്ത സമയത്ത്, യഥാർത്ഥ പേനില്ലാത്ത സമയത്ത്, കടലാസ് ഇല്ലാത്ത സമയത്ത് എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതിയില്ലേ. അതിലേക്ക് അപേക്ഷിച്ച് നമ്മുടെ ത്യാഗമൊന്നും ഒരു ത്യാഗമായിട്ട് പറയാൻ പറ്റുകയില്ല. ഏതായാലും ജനങ്ങളിലേക്ക് എത്തിയത് ഏകദേശം 600ഓളാണെന്ന് പറയാം. പക്ഷേ എത്താത്ത കുറേ ഇനിയും എഴുതി വെച്ചിട്ടുണ്ട്, എത്രയോ ഉണ്ട്. എഴുത്ത് എന്നൊരു ഹരമായിരുന്നു. ബാക്കിയാത്തിൽ രോഗിയായി കിടക്കുന്ന സമയത്ത് 104 ഡിഗ്രിയൊക്കെ പനിയാകുന്ന സമയത്ത് കടന്ന് എഴുതിയ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എഴുതിയത് കുറേ കാണാൻ സാധിക്കും. കാരണം ചില കിതാബുകളൊക്കെ രാത്രി 12 ശേഷം കിട്ടുള്ളൂ. കാരണം ആരുടെയും കയ്യിലായിരിക്കും. വഴിയുള്ള പോയിൻ്റുകൾ എഴുതിയെടുക്കാൻ അതിൻ്റെ ശേഷം ഉറക്കൊഴിവാക്കേണ്ടി വരും. ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. ഏതായാലും നാളത്തെ എല്ലാം കബൂലാക്കട്ടെ. ഇപ്പോൾ ഗ്രന്ഥരചനകളെ കുറിച്ച് ഉസ്താദ് ഇപ്പോൾ സംസാരിച്ച്, അപ്പോൾ ഉസ്താദിൻ്റെ ഓരോ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോഴും 600ഓളം ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ ആ ഗ്രന്ഥങ്ങൾക്കൊക്കെ മുകളിൽ ഓരോ അക്കങ്ങൾ കാണാം. അപജതിയായ കണക്കാണുന്നുണ്ട്. എന്താണ് ഈ റക്കമുകളിലേക്ക്, ഈ നമ്പറുകളിലേക്ക് ഉസ്താദിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഏത് വിഷയവും ഭംഗിയായിട്ട് നിർവഹിക്കണമെങ്കിൽ എന്തെങ്കിലും സമ്മർദ്ദം വേണ്ടി വരും. ഇപ്പോൾ കിതാബ് ഓരോ സമയത്ത് എഴുതാൻ വേണ്ടിയിട്ട് എപ്പോഴും അവിടെ പ്രേരിപ്പിച്ചു കൊള്ളണമെന്നില്ല. ചില വിഷയങ്ങൾ ചിലർക്ക് താല്പര്യം ഉണ്ടാവും, ആ കിതാബ് എഴുതാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കും. പക്ഷേ നമ്മുടെ സമയം പാഴാവാതെ പരമാവധി
രചനയിലും താരീമിലും ചിലവഴിക്കണമെന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഓരോ വർഷത്തിലും ഇത്ര കിതാബെങ്കിലും എഴുതുക എന്നുള്ള ഒരു ആസ്മ് മനക്കരുത്തിന് വേണ്ടിയിട്ട് ഓരോ കിതാബിൻ്റെയും പേര് അതായത് വിഷയം ഉൾക്കൊള്ളലോട് കൂടി ഏത് വർഷത്തിലാണോ രചിച്ചത് അതിൻ്റെ ഡേറ്റും കൂടി ആ പേരിൽ നിന്ന് കിട്ടണം. ഹിസാബുൽ ജുമ്മൽ അനുസരിച്ച്, അബജദിയ കണക്കനുസരിച്ച്. അപ്പോൾ ഈ പബ്ലിഷിംഗ് വകുപ്പിന് തന്നെ ദാറുൽ കുത്തുബിൽ അബജദിയ എന്ന് പേരിട്ടു. അപ്പോൾ ഏത് കിതാബും രചിച്ച വർഷം ആ കിതാബിൻ്റെ പേര് നോക്കിയാൽ തന്നെ അതിൻ്റെ ഹർഫുകളുടെ മൂല്യസംഖ്യകൾ കൂട്ടിയാൽ തന്നെ കിട്ടും. അതാണ് ആ രൂപത്തിൽ പേരിടാനുള്ള കാരണം. പിന്നെ ഒരേ പേരുകൾ ആവർത്തനമായി ഒരുപാട് 600ഓളം ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ ഒരേ പേരുകൾ ഇങ്ങനെ ആവർത്തനമായി വരാതിരിക്കാൻ അത് കാരണമാവും. അത് ഒരു കാരണം തന്നെയാണ്. അതിന് പുറമെ യഥേഷ്ടം പേരുകൾ മനസ്സിൽ വരും. അപ്പോൾ വസ്വാസ് ഒഴിവാക്കാൻ നല്ലതാണ്. ആ ഡേറ്റുമായിട്ട് യോജിക്കുന്ന പേരാകുമ്പോൾ പിന്നെ അത് തിരഞ്ഞെടുക്കും. അതിനേക്കാൾ ചിലപ്പോൾ വിഷയത്തിനോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നതായ പേരുണ്ടെങ്കിലും അത് ഒഴിവാക്കിയിട്ട് ചിലപ്പോൾ ഈ വർഷം കൂടി കിട്ടണമെന്ന നിലയ്ക്ക് ആ പേര് തിരഞ്ഞെടുക്കാൻ കാരണമാവും. ഈ ഗ്രന്ഥ രചനകളെ ലോകം അത് ഏറ്റെടുത്തിട്ടുണ്ട്. പണ്ഡിതന്മാർക്ക് ഏറെക്കുറെ എല്ലാ പണ്ഡിതരിലും നമ്മുടെ അപജദീയായ ഗ്രന്ഥങ്ങൾ എത്തിക്കാനും അവർ അതിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ ഉപകാരങ്ങളും നമ്മളോട് തന്നെ ഒരുപാട് തവണ നമ്മുടെ അനുഭവങ്ങളിൽ തന്നെയുണ്ട് അതിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ കാലയളവിൽ കുറേ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉസ്താദിന് പ്രോത്സാഹനം നൽകിയിട്ടുണ്ടോ? പല സുന്നത്ത് ജമാഅത്തിൻ്റെ പല പണ്ഡിതന്മാരും അല്ലാത്തവരുമായ മതബൗദ്ധിക പണ്ഡിതന്മാർ മുഴുവനും ഉസ്താദിൻ്റെ അവർക്കൊക്കെ ഉപയുക്തമായ ഉപകാരപ്രദമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉസ്താദ് രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഉസ്താദിന് കിട്ടിയ അഭിനന്ദനങ്ങളുണ്ട്, ഉസ്താദിന് കിട്ടിയ സർട്ടിഫിക്കറ്റുകളുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് എന്തെങ്കിലും വല്ലതും പറഞ്ഞാൽ ഉപകാരമായിരുന്നു. കാര്യമായിട്ട് ഈ വിഷയത്തിൽ ഉസ്താദ്മാർ തന്നെ, എൻ്റെ ഉസ്താദ്മാർ ധാരാളം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അതിൻ്റെ പുറമെ പ്രമുഖന്മാരാകുന്ന ഒരു ഉദാഹരണമായിട്ട് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് നബറുല്ലാമർക്കത്. ഞാൻ എടപ്പാൾ ദർസ് നടത്തുന്ന സമയത്ത് തൃശ്ശൂർ വാടാനപ്പള്ളിയിലെ ഒരു ജുമാൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട മസ്തല അവിടെ പറയാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കെ വി ഉസ്താദിനെ കാണാൻ വേണ്ടി പള്ളിയിൽ വന്നിരുന്നു. അപ്പോൾ ഞാനും കെ വി ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്. എനിക്ക് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചത്. പക്ഷെ അന്ന് ഞാൻ ചെറുപ്രായമാണ്, 22ാമത്തെ വർഷം ദർസ് തുടങ്ങിയിട്ടുണ്ടല്ലോ. പക്ഷേ ഈ കിതാബുകൾ ഏതാനും ഇറങ്ങിയതിന് ശേഷം ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ ആ കിതാബ് ബുക്ക് സ്റ്റാളിനോ മറ്റോ കിട്ടി. അങ്ങനെ നമ്മുടെ അയൽവാസിയാവുന്ന ഫൈസൽ ഉദവി അരിയാട് അദ്ദേഹം അലിഗഡിൻ്റെ മെയിൻ ആളാണ്, അലിഗഡ് സ്ഥാപനത്തിൻ്റെ പെരിന്തൽമണ്ണയുടെ. അപ്പോൾ അദ്ദേഹത്തെ എന്നിലേക്ക് പറഞ്ഞയച്ച് ഈ കിതാബ് എഴുതുന്ന ആളെ എനിക്കൊന്ന് കാണണം, എപ്പോൾ കാണാൻ പറ്റുക എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചെറുശ്ശേരി ഉസ്താദ് വിട്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഉസ്താദ് എന്നെ കാണാൻ വേണ്ടി വരല്ല വേണ്ടത്, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അതുപോലെ ഞാൻ പൊന്മുണ്ടം ദർസ് നടത്തുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് തവ്വറല്ലാഹു ഉംറ അവിടെ നിസ്കരിക്കാൻ വരുന്ന സമയത്ത് ചോദിക്കും, ഞാൻ അറിയാതെ എന്തെങ്കിലും ഇറക്കിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ തന്നെ വേണം എന്ന് തമാശ രൂപത്തിൽ പറയും. പിന്നെ സൈദിയ കോളേജിലെ പ്രിൻസിപ്പാളായിരുന്ന ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അവർ ഒരിക്കലും അവിടുത്തെ ഉസ്താദ്മാർ മുഖേന ഞാനുമായി ബന്ധപ്പെട്ടു. ഈ കിതാബ് എഴുതുന്ന ഉസ്താദിന് ഇനി എന്തെങ്കിലും കിതാബുകൾ ഇറക്കാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് ഇറക്കാം, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാം. കാരണം കിതാബക്കാർക്കൊന്നും ടീം ദുബായിൽ നിന്ന് വരുന്നുണ്ട്. ജുമാ മാജിദ എന്നുള്ളൊരു സംഘടന ഉണ്ട്, പ്രസിദ്ധീകരണങ്ങൾക്ക് ഇറക്കുന്ന അതിൻ്റെ ഡയറക്ടർ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ വന്നാൽ ഇൻഷാ അല്ലാഹ് അവരെ കാണിച്ചു കൊടുത്താൽ അവർ കിതാബ് ഇറക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് ഞാൻ പോയിരുന്നു. പക്ഷേ ഉസ്താദ് വിചാരിച്ച പോലെ ചില കാര്യങ്ങൾ അന്ന് നടന്നില്ല. എന്നാലും അവർക്ക് എല്ലാ കിതാബിൻ്റെ ഓരോ കോപ്പിയൊക്കെ കൊടുത്ത് അന്ന് അവരോട് ആ വിഷയത്തിൽ ചില കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കാൻ സാധിച്ചു. വീണ്ടും പിന്നെ കുനൂസുൽ മാരിഫ എന്നൊരു സൗദിയുടെ സ്ഥാപനം അവരെ നമ്മുടെ കിതാബ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്ന് ഞാൻ കൊടുത്തിരുന്നു. അവർ പ്രസിദ്ധീകരിച്ചോ ഇല്ലാന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൽ പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമുക്കൊരു ആദരവ് നൽകിയിരുന്നു. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി നമ്മുടെ കിതാബ് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ചില കിതാബ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഏതാണ് ആ ഗ്രന്ഥം? മീസാൻ മുഴുത്തല്. അതുപോലെ ബഹുമാനപ്പെട്ട സദഖത്തുൽ ഉസ്താദിൻ്റെ പേരിൻ്റെ ഒരു അവാർഡും
നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പല മഹാന്മാരും കിതാബ് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത്തിപ്പറ്റ് ഉസ്താദ്, അതുപോലെ ബഹുമാനപ്പെട്ട ഗീഷി ഉസ്താദിൻ്റെ ഉസ്താദാവുന്ന അരിമ്പർ ഉസ്താദ് വളരെയധികം കിതാബ് പ്രോത്സാഹിപ്പിച്ച് കിതാബൊക്കെ നോക്കിയിരുന്ന വ്യക്തിയാണ്. ഗീഷി ഉസ്താദും കിതാബ് കുറേ നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പള്ളിയിൽ ദർസ് നടത്തണമെന്ന് എന്നോടത് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അവരുടെയൊക്കെ പ്രോത്സാഹനം കൊണ്ട് ഈ രൂപത്തിലൊക്കെ അല്ലാഹു തആല സ്വീകരിക്കണേ.